നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയവുമായി പക്ഷേ നിങ്ങൾ ചേർന്നിരിക്കുന്നു. എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ എനിക്ക് ദർശിതനല്ല, എന്റെ ഹൃദയം കൊണ്ട് പക്ഷേ നിങ്ങൾ ദർശിതനാണ്. ഒരു ഭരണാധികാരിയുടെ മരണത്തിലെ അദ്ദേഹത്തിന്റെ ജനതയുടെ ആകുലതയാണ് ഈ കവിതാശകലം. ഈ വരികളിലുണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം. മനുഷ്യനാഗരികതയുടെ ചരിത്രത്തിലെ എണ്ണപ്പെട്ട ഭരണാധികാരിയായ ആ മഹാൻ മരണപ്പെട്ടത് ഒരു മാർച്ച് 4-നാണ്. 1193 മാർച്ച് 4. പടിഞ്ഞാറിന്റെ സ്വപ്നത്തിലെ ഭീതിയും കിഴക്കിന്റെ പ്രതീക്ഷയുമായിരുന്ന ആ ഭരണാധികാരിയെ യൂറോപ്പ് സലാഹുദ്ദീൻ എന്ന് വിളിച്ചു, അഥവാ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ശത്രുവിനോട് കാണിച്ച കാരുണ്യത്തിന്റെ പേരിൽ ഒരു ഭരണാധികാരി വിമർശിക്കപ്പെടുക, സിറിയയുടെയും പാലസ്തീനിന്റെയും ഈജിപ്തിന്റെയും ഹിജാസിന്റെയും സുൽത്താനായിരിക്കെ മരണസമയത്ത് ഒരു ദീനാറും 47 ദിർഹവും മാത്രം കയ്യിലുണ്ടാവുക, ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുക തുടങ്ങി ഭരണാധികാരികളുടെ സ്വഭാവത്തിൽ പൊതുവെ കാണാത്ത പല നന്മകളുടെയും സംഗമഭൂമിയായിരുന്നു സലാഹുദ്ദീൻ. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നേരിട്ടോ അല്ലാതെയോ ഉള്ള സംഘർഷത്തിൽ ഇഴപിരിഞ്ഞു കിടക്കുന്ന ചരിത്രത്തിൽ നിർണായകമായ ഒരു നാഴികക്കല്ല് തന്നെയാണ് സലാഹുദ്ദീൻ. CE 1136 തിക്രിത്തിലെ ഒരു കോട്ടയിൽ ഒരു സൈനികന്റെ മകനായിരുന്നു സുൽത്താന്റെ ജനനം. ഉറുദു വംശജനായ സലാഹുദ്ദീൻ പിതാവിന്റെയും അമ്മാവന്റെയും ശിക്ഷണത്തിൽ ഒരു യോദ്ധാവായി വളർന്നു. കുരിശുയുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു അത്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള നേരിട്ടുള്ള സംഘട്ടനം അതിന്റെ മൂർത്തിഭാവത്തിൽ എത്തി നിൽക്കുന്ന കാലം. ഫ്രാങ്ക് സൈന്യം പാലസ്തീൻ പിടിച്ചടക്കിയതിന്റെ വിഷമത്തിലായിരുന്നു അന്നത്തെ സിറിയൻ സുൽത്താനും സലാഹുദ്ദീന്റെ വഴികാട്ടിയുമായിരുന്ന നൂറുദ്ദീൻ സങ്കി. നൂറുദ്ദീന്റെ ആജ്ഞപ്രകാരമാണ് അമ്മാവനായ ഷിർകുഹിന്റെ കൂടെ സലാഹുദ്ദീൻ ഈജിപ്തിലേക്ക് പോയത്. ഈജിപ്തിലെത്തിയ സലാഹുദ്ദീൻ ഷിർകുഹിന്റെ മരണശേഷം സൈന്യാധിപ സ്ഥാനവും പിന്നെ ഭരണാധികാരിയാവുകയും ചെയ്തു. ഈജിപ്തിന്റെ സുൽത്താനായ ശേഷം സലാഹുദ്ദീൻ ഒരു ഏകീകരണ പദ്ധതി ആവിഷ്കരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ പാലസ്തീനിലെ ഫ്രാങ്ക് ഭരണകൂടത്തിന് സലാഹുദ്ദീൻ ഒരു എതിരാളിയായി വളർന്നു. രണ്ടാം കുരിശുദ്ധം എന്നറിയപ്പെടുന്ന ഹിത്തീൻ യുദ്ധത്തിലെ വിജയത്തോടെ യെരുസലേം സലാഹുദ്ദീൻ തിരിച്ചുപിടിച്ചു. യെരുസലേം തിരിച്ചുപിടിച്ച സലാഹുദ്ദീൻ അവിടെയുണ്ടായിരുന്ന ഫ്രാങ്ക് ജനതയോട് കാട്ടിയ മാന്യതയും മതപരമായ സഹിഷ്ണുതയും അദ്ദേഹത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതായിരുന്നു. മൂന്നാം കുരിശുയുദ്ധത്തിൽ തന്നെ നേരിടാൻ വന്ന ബ്രിട്ടീഷ് രാജാവ് റിച്ചാർഡ് യുദ്ധത്തിനിടയ്ക്ക് അസുഖബാധിതനായതും അസുഖബാധിതനായ ശത്രുവിന് മരുന്നും ഐസും കൊടുത്തയച്ചതുമൊക്കെ അദ്ദേഹത്തിനെ വിമർശിച്ചെഴുതിയ ഓറിയന്റലിസ്റ്റ് ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1192 അവസാനിച്ച മൂന്നാം കുരിശുയുദ്ധത്തിന് ശേഷം ഒരു വർഷം മാത്രമേ സലാഹുദ്ദീൻ ഇവിടെ ജീവിച്ചുള്ളൂ. CE 1193 മാർച്ച് 4 മഹാനായ ഭരണാധികാരി ലോകത്തോട് വിട പറഞ്ഞു. തന്റെ ഹ്രസ്വമായ ഭരണകാലത്തിൽ സംഘർഷങ്ങളിൽ മാത്രം ഏർപ്പെട്ട് സമയം കളഞ്ഞിരുന്ന ഒരാളായിരുന്നില്ല സലാഹുദ്ദീൻ. ഭരണനിർവഹണത്തിലും ജനോപകാരപ്രദമായ നയങ്ങളിലും സാംസ്കാരിക മേഖലകളിലെ രാജ്യത്തിന്റെ പുരോഗതിയിലും അതീവ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം. വാസ്തുകലകളെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന അദ്ദേഹം അലക്സാൻഡ്രിയയിലും മറ്റും നിർമ്മിച്ച കോട്ടകൾ അതിനുള്ള തെളിവായിരുന്നു. സുൽത്താന്റെ മഹത്വം വിളിച്ചോതുന്ന ഭരണനയങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരില്ല. തികഞ്ഞ ദൈവവിശ്വാസിയും സാത്വികനുമായിരുന്നു അദ്ദേഹം. ഭരണാധികാരി ജനങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരനല്ല, മറിച്ച് അവരെ സേവിക്കേണ്ട ആളാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നയം. മരിക്കുമ്പോൾ 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാസാമ്രാജ്യത്തിന്റെ സുൽത്താനായിരുന്ന അദ്ദേഹത്തിന് സ്വത്തായി ഉണ്ടായിരുന്നത് ഒരു ദീനാറും 47 ദിർഹവുമാണെന്നുള്ളത് അതിനുള്ള തെളിവാണ്. അക്രമകാരികളായ ഭരണാധികാരികൾക്ക് സലാഹുദ്ദീൻ എന്നും ശത്രുവായിരുന്നു. അദ്ദേഹത്തെ അവർ എത്രത്തോളം ഭയക്കുന്നു എന്നതിന് ലോകമഹായുദ്ധത്തിന് ശേഷം സിറിയ കീഴടക്കിയ ഫ്രഞ്ച് കൊളോണിയൽ സൈന്യത്തിന്റെ സൈന്യാധിപൻ 800 വർഷങ്ങൾക്ക് ശേഷവും സലാഹുദ്ദീന്റെ ഖബറിടത്തിൽ പോയി പറഞ്ഞത് വ്യക്തമാക്കുന്നു. സലാഹുദ്ദീൻ, ഞങ്ങളിതാ ഇവിടെ നിങ്ങളുടെ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, അവരിന്നും സലാഹുദ്ദീൻ ഓർക്കുന്നു, ഒരു ഭയപ്പാടോടെ. അതുകൊണ്ട് തന്നെ ഒരു ഉറുദു കവിതയിലെ ഒരു വരി ഇവിടെ പ്രസക്തമാണ്. അവസാനമടക്കിയ ആ മയ്യത്തും സലാഹുദ്ദീന്റെതല്ല, നിങ്ങളെ ഞങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നു സലാഹുദ്ദീൻ.